ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആതിരാജലം വ്ളോഗ്സ്. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത്. പിന്നെ ഒരു കാര്യം, നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കസ്റ്റമേഴ്സ് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഗ്രൂപ്പ് കിടപ്പുണ്ട്, ഗ്രൂപ്പിൻ്റെ ലിങ്ക് കിടപ്പുണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. പിന്നെ ഹോൾസെയിലായിട്ട് ഡ്രസ് മെറ്റീരിയൽ എടുക്കണം എന്നുള്ളവരാണെങ്കിൽ പേഴ്സണലി എനിക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ അഫോർഡ് ചെയ്യുന്ന റേറ്റ് പറഞ്ഞു തരുന്നതായിരിക്കും നിങ്ങൾക്ക്. പിന്നെ നമ്മുടെ കസ്റ്റമർ ഗ്രൂപ്പിൻ്റെ ലിങ്കാണ് ഈ ഒരു വീഡിയോയിൽ ഇട്ടിരിക്കുന്നത്. അത് ഹോൾസെയിൽ റേറ്റ് ആണെന്ന് വിചാരിക്കരുത് ആരും. അപ്പോൾ അതാണ് ജനറലായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്. ഓൺലൈൻ പേയ്മെൻ്റ് ആണ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ കളക്ഷൻസൊക്കെ കുറച്ച് മാഞ്ഞു പോയെന്ന് വിചാരിക്കുന്നു, കുറച്ച് കഴിഞ്ഞ് പോയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ 1299 ഫ്രീ ഷിപ്പിങ്ങിൽ പോകുന്ന നല്ല ഹെവി ആയിട്ടുള്ള ഓർഗാൻസ മെറ്റീരിയലൊക്കെയാണ്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദി മെറ്റീരിയൽസിൻ്റെ എല്ലാത്തിൻ്റെയും റേറ്റ് ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ കേൾക്കാത്തത് കൊണ്ടാണ് പ്രശ്നം വരുന്നത്. ഇതും ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ്. 1080 രൂപയാണ് മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത്. ഫ്രീ ഷിപ്പിംഗ് ആണ്. ഡിജിറ്റൽ പ്രിൻ്റോട് കൂടിയിട്ട് വന്നിട്ടുള്ളൊരു നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ. അത്യാവശ്യം ഹെവി ആയിട്ട് യൂസ് ചെയ്യുന്ന ഷോള് ഹെവിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ടോപ്പ് വന്നിട്ട് പ്ലെയിൻ ആണ് കേട്ടോ. ഇതും അതുപോലെ തന്നെ 899 പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരുന്നൊരു മെറ്റീരിയലാണ്. നല്ല ഒരു പാർട്ടി വെയറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന, എങ്കിലും ഒരുപാട് റേറ്റൊന്നും ഇല്ലാത്ത അഫോർഡ് ചെയ്യാൻ പറ്റുന്നൊരു മെറ്റീരിയലാണ്. ഡിഫറെൻറ്റ് കളേഴ്സ് അവൈലബിൾ ആണ്. ഇത്രയും കളേഴ്സാണ് കേട്ടോ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യണം. സ്ക്രീനിൽ 2 നമ്പറുണ്ട്. 2 നമ്പറിൽ ഏത് നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാലും നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. മാക്സിമം വേഗം തന്നെ റിപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പം എന്തെങ്കിലും അസൗകര്യക്കുറവ് കൊണ്ടായിരിക്കും റിപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അത് നിങ്ങളൊന്ന് ശ്രമിക്കുക. ഇതും അതുപോലെ തന്നെ മോഡൽ സിൽക്ക് എന്ന് പറഞ്ഞ മെറ്റീരിയലിൽ വന്നിട്ടുള്ള ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കൊക്കെ നമ്മുടെ ദുപ്പട്ട പോർഷനിലും അതുപോലെ തന്നെ നമ്മുടെ യോക്ക് പോർഷനിലും വന്നിട്ടുണ്ട്. 1299 ഫ്രീ ഷിപ്പിംഗാണ് മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്നതും നെറ്റ് കോട്ട മെറ്റീരിയലാണ്. നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ. എല്ലാം പേസ്റ്റൽ കളേഴ്സാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം ലൈറ്റ് കളേഴ്സ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർക്കൊക്കെ പറ്റിയൊരു ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ്. ഇത് വൈറ്റ് ചന്തേരി സിൽക്ക് മെറ്റീരിയലാണ് ദുപ്പട്ട വരുന്നത്. ജോർജറ്റാണ് ദുപ്പട്ട. നമ്മുടെ ടോപ്പ് വരുന്നത് ചിക്കൻകാരി ജോർജറ്റ് മെറ്റീരിയലാണ്. റേറ്റ് അറിയേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ റേറ്റ് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. റേറ്റ് പറയാത്തത് എന്താണെന്ന് ചോദിക്കുന്നത്, കസ്റ്റമർ റേറ്റും റീസെല്ലർ റേറ്റും രണ്ടും രണ്ടാണ്. അതുപോലെ തന്നെ ഹോൾസെയിൽ റേറ്റും ഡിഫറെൻ്റ് ആണ്. നമുക്ക് ഒരുപാട് ഹോൾസെയിൽ റേറ്റിൽ ഡിഫറൻസ് ഇല്ല. ഒരു ഇത്ര പെർസെൻറ്റേജ് ഡിഫറൻസ് ഉള്ളൂ എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് ഒന്ന് ജനറലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ദയവായി നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. അതല്ലാത്ത പക്ഷേ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും റിക്വയർമെൻറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ട്രഡീഷണൽ വെയേഴ്സാണ് ഈ താല്പര്യമെങ്കിൽ അതും നമ്മുടെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഗ്രൂപ്പിലാണെങ്കിലും അതിൻ്റെ മെറ്റീരിയലിൻ്റെ ഡീറ്റെയിൽസും എല്ലാം തന്നെ നമ്മുടെ കസ്റ്റമർ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാം തന്നെ നല്ല മെറ്റീരിയൽസാണ് കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാം തന്നെ നമ്മൾ ഗ്രൂപ്പിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഇടുന്നത്. ഗ്രൂപ്പിലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം റേറ്റ് കുറഞ്ഞ ഐറ്റംസൊക്കെ നമ്മൾ ഗ്രൂപ്പിലിടുന്നുണ്ട്. യൂട്യൂബിൽ വരുമ്പോൾ നമ്മൾ പാർട്ടി വെയർ ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസൊക്കെ മാക്സിമം നമ്മൾ എല്ലാ മെറ്റീരിയൽസും തന്നെ റേറ്റ് വളരെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇടുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് താല്പര്യമുള്ളവർ പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കുക. അല്ലാത്ത പക്ഷം സ്കിപ്പ് ചെയ്യുക. പിന്നെ യൂട്യൂബിൽ നിന്ന് ഡിസ്ക്രിപ്ഷനിൽ പോയി നമ്മുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്ത ആൾക്കാർ നമ്മുടെ എന്തെങ്കിലും ഒരു അപ്ഡേഷൻ വന്നു കഴിയുമ്പോഴേ അന്നേരം ലെഫ്റ്റ് ആവുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ദയവായി ജോയിൻ ചെയ്യാതിരിക്കുക. എന്തായാലും നമ്മുടെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്തൊന്ന് സംസാരിച്ചതിന് ശേഷം ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ മാത്രം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അല്ലാത്ത വശം അത് സ്കിപ്പ് ചെയ്യുക. വെറുതെ ലെഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ആൾക്കാർ ജോയിൻ ആവാതിരിക്കുക. മാക്സിമം അങ്ങനെ ലെഫ്റ്റ് ആവാനായിട്ട് നിൽക്കുന്ന ആൾക്കാർ ഫോണിൽ സ്പേസിന് പ്രശ്നമുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഹാങ് ആകുന്നു എന്നൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ദയവായി അത് സ്കിപ്പ് ചെയ്യുക. ജോയിൻ ചെയ്യാതിരിക്കുക. മാക്സിമം ജോയിൻ ചെയ്യാതിരിക്കുക. അതല്ലാത്ത വശം താല്പര്യമുള്ളവർ മാത്രം ജോയിൻ ചെയ്യുക എന്നൊക്കെയാണ് എനിക്ക് പറയാനുള്ള ജനറലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പം ഇതൊക്കെ വിചിത്രയുടെ അപ്ഡേഷനാണ്. ഇതിൻ്റെ എല്ലാം തന്നെ റേറ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് റേറ്റിൻ്റെ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് വീഡിയോയിലൂടെ പറയേണ്ട കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാത്തിനും റേറ്റും അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണോ എന്നൊക്കെ നിങ്ങൾക്ക് ഗ്രൂപ്പ് വഴി മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ ഓർഡർ ചെയ്യേണ്ട നമ്പർ ഈ 3 അഡ്മിൻ നമ്പറുണ്ട്. ഏത് നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാലും നമുക്ക് ഓർഡർ കൺഫേം ചെയ്യാവുന്നതാണ്. ഓർഡർ കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിൾ പേ ചെയ്ത് പേയ്മെൻറ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചതിന് ശേഷം മാത്രമേ നമ്മൾ പ്രോഡക്റ്റ് നിങ്ങൾക്കത് അയച്ചു തരികയുള്ളൂ. എക്സ്ട്രാ കൊറിയർ ചാർജ് പറയുന്നതിന് നിങ്ങൾ കൊറിയർ ചാർജ് എക്സ്ട്രാ പേ ചെയ്യേണ്ടതായിട്ടുണ്ട്.
കൊറിയർ ചാർജ് എങ്ങനെയാണ്, രണ്ടെണ്ണത്തിന് ഒരു ഷിപ്പിംഗ് ചാർജ് മതിയോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട്, അറിയാൻ പാടില്ലാത്തവരായിരിക്കും അങ്ങനെ ചോദിക്കുന്നത്. ഒരു കാരണവശാലും അങ്ങനെയല്ല. നമുക്ക് വെയിറ്റ് അനുസരിച്ചിട്ടാണ് കൊറിയർ ചാർജ് വരുന്നത്. സോ നമ്മൾ എത്ര പീസസ് എടുക്കുന്നോ അതിനനുസരിച്ച് കൊറിയർ ചാർജ് ഇൻക്രീസ് ചെയ്യത്തേ ഉള്ളൂ, അത് ഡിക്രീസ് ചെയ്യത്തില്ല. മീൻസ് കുറയാൻ സാധ്യതയില്ല, കൂടാനേ സാധ്യതയുള്ളൂ. സാധ്യത എന്നല്ല, കൂടത്തേ ഉള്ളൂ. കാരണം വെയിറ്റ് കൂടുന്നതിനനുസരിച്ച്, മെറ്റീരിയലിൻ്റെ ക്വാണ്ടിറ്റി കൂടുന്നതിനനുസരിച്ചും ഷിപ്പിംഗ് ചാർജ് കുറച്ചും കൂടെ കൂടത്തേ ഉള്ളൂ കേട്ടോ. താങ്ക് യു.